നമ്മൾ ഷാലോ ഫൗണ്ടേഷൻസ് ഡിസ്കസ് ചെയ്തു. വേരിയസ് ടൈപ്സ് ഓഫ് ഷാലോ ഫൗണ്ടേഷൻസ് നമ്മൾ കണ്ടു. അത് ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് യൂസ് ചെയ്യുന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടു. ഇനി നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ ആയിട്ടുള്ള ഡീപ്പ് ഫൗണ്ടേഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഷാലോ ഫൗണ്ടേഷൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ പറഞ്ഞു the size of foundation is more than the depth of foundation. But in case of deep foundation, the depth of foundation is more than the width of foundation. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഡീപ്പ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നതിൽ the depth of foundation is more than the width of foundation. So നമുക്ക് ഇങ്ങനെ എഴുതാം, depth of foundation D എന്നാണ് എപ്പോഴും ഡെപ്ത് ഓഫ് ഫൗണ്ടേഷനെ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ വിഡ്ത്ത് ഓഫ് ഫൗണ്ടേഷൻ. ക്യാപിറ്റൽ ബി എന്നുള്ള ലെറ്റർ കൊണ്ടാണ് എപ്പോഴും വിഡ്ത്ത് ഓഫ് ഫൗണ്ടേഷൻ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്. സോ ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ ഈസ് ഗ്രേറ്റർ ദാൻ വിഡ്ത്ത് ഓഫ് ഫൗണ്ടേഷൻ. ദാറ്റ് കൈൻഡ് ഓഫ് ഫൗണ്ടേഷൻ ഈസ് കോൾഡ് ഡീപ്പ് ഫൗണ്ടേഷൻ. സോ ഇനി നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡീപ്പ് ഫൗണ്ടേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ഷാലോ ഫൗണ്ടേഷൻ്റെ കേസിൽ പലതരം ഫുട്ടിങ്ങുകൾ പറഞ്ഞു, അവർ ഏതൊക്കെ കേസുകൾ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡീപ്പ് ഫൗണ്ടേഷൻസ്, അതിൽ തന്നെ സബ്സെക്ഷൻസ് ഉണ്ട്, അത് ഏതൊക്കെ സാഹചര്യത്തിൽ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് പറയാം. ഷാലോ ഫൗണ്ടേഷൻസ് ബേസിക്കലി ഒരു ലൈറ്റ്ലി ലോഡഡ് സ്ട്രക്ചറിലാണ് ബേസിക്കലി യൂസ് ചെയ്യുന്നത്. അതൊരു കോംപ്ലെക്സ് ഫൗണ്ടേഷൻ അല്ല. ഇൻ കേസ് ഓഫ് ഡീപ്പ് ഫൗണ്ടേഷൻ ഇത് സോയിൽ ഇൻട്രാക്ഷൻ കുറച്ചും കൂടെ കോംപ്ലെക്സ് ആവും, നമ്മളത് കുറച്ച് ഡീപ്പായിട്ട് സ്റ്റഡി ചെയ്യേണ്ടി വരും. സോ ഇനി നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫൗണ്ടേഷൻസ്, ഡീപ്പ് ഫൗണ്ടേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് പൈലാണ്. PSC എക്സാമുകൾക്ക് എപ്പോഴും ചോദിച്ചു വരുന്ന ഒരു ടോപ്പിക്കാണ് പൈൽ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഡീപ്പ് ഫൗണ്ടേഷൻസ്. നമ്മൾ അതിന് ഇനി ഡീറ്റെയിൽ ആയിട്ട് കാണും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പൈൽ, ഏതൊക്കെ സാഹചര്യത്തിൽ ഏതൊക്കെ യൂസുകൾക്ക് നമുക്ക് പൈൽസ് യൂസ് ചെയ്യാം, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പൈൽസ് എല്ലാം ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യും. സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് പിയർ ആണ്. പിയർ എന്ന് പറയുന്നത് ഒരു വെർട്ടിക്കൽ ഹോളോ ഷാഫ്റ്റ് ആണ്. ബേസിക്കലി ഇറ്റ് ഈസ് എ വെർട്ടിക്കൽ ഹോളോ ഷാഫ്റ്റ്. ഹോളോ ആയിട്ടുള്ള ഒരു വെർട്ടിക്കൽ മെമ്പറാണ് പിയർ എന്ന് പറയുന്നത്. ഈ പിയറിൻ്റെ മെയിൻ യൂസേജ് വരുന്നത്, അതായത് ഒരു മെയിൻ യൂസ് നമ്മൾ കാണുന്നത് ഫ്ലൈ ഓവറിൻ്റെ കേസുകളിലാണ്. ഇത് PSC ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് കൈൻഡ് ഓഫ് ഫൗണ്ടേഷൻ ഈസ് യൂസ്ഡ് ഫോർ ഫ്ലൈ ഓവേഴ്സ് ഇൻ സാൻഡി സോയിൽസ് എന്ന് PSC മുന്നേ ചോദിച്ചിട്ടുള്ള ഒരു പോയിന്റാണ് നമ്മൾ ഇപ്പോൾ പറയുന്നത്. അതിൻ്റെ ഉത്തരം എന്താണ്? പിയർ എന്നാണ്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓപ്ഷൻസ് തരും. ഷാലോ ഫൗണ്ടേഷൻ, ഡീപ്പ് ഫൗണ്ടേഷനിൽ തന്നെയുള്ള 3 കാര്യങ്ങൾ, പൈല്, പിയർ, ഇനി കാണാൻ പോകുന്ന വെൽ ഫൗണ്ടേഷൻ, ഇതും 4ആയിട്ടായിരിക്കും ഓപ്ഷൻ തന്നിരിക്കുക. അതിൽ കൃത്യം നമ്മൾ നോട്ട് ചെയ്യേണ്ടത് പിയർ ആണ്. പിയറിൻ്റെ യൂസ് മെയിനായിട്ട് വരുന്നത് ഫ്ലൈ ഓവർ പോലെയുള്ള സ്ട്രക്ചറുകൾ വിച്ച് ഈസ് യൂസ്ഡ് ആസ് എ ഫൗണ്ടേഷൻ ഇൻ എ സാൻഡി സോയിൽ. സോ ഇൻ ഫ്ലൈ ഓവേഴ്സ് ആണ് പിയറിൻ്റെ യൂസേജ് വരുന്നത്. സോ ഈ 2 പോയിന്റ് മാത്രം പിയറിൽ ഓർത്തിരുന്നാൽ മതി. ഇറ്റ്സ് എ വെർട്ടിക്കൽ ഹോളോ ഷാഫ്റ്റ്. മെയിൻലി നമ്മൾ ഡീപ്പ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് എപ്പോഴും പൈലാണ് ഓർമ്മ വരുന്നത്. പക്ഷേ പൈല് മാത്രമല്ല, വേറെ 2 ടൈപ്പ് ഓഫ് ഡീപ്പ് ഫൗണ്ടേഷൻ കൂടെയുണ്ട്. പിയർ അത്രയ്ക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നില്ല എങ്കിലും ചില സാഹചര്യത്തിൽ അത് യൂസ് ചെയ്യുന്നുണ്ട്. പൈലാണ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഡീപ്പ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ഡീപ്പ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് വെൽ ഫൗണ്ടേഷൻ ആണ്. വെൽ ഫൗണ്ടേഷൻ യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോർ ദ ഫൗണ്ടേഷൻ ഓഫ് വാട്ടർ ഫ്രണ്ട് സ്ട്രക്ചേഴ്സ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ടർ ഫ്രണ്ട് സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ വാട്ടറിൽ ഉള്ള അത് ഫൗണ്ടേഷൻ ചെയ്യേണ്ട സ്ട്രക്ചേഴ്സിൽ മിക്കവാറും യൂസ് ചെയ്യുന്നത് വെൽ ഫൗണ്ടേഷൻ ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഒരു പോയിന്റാണ് എവിടെയാണ് വെൽ ഫൗണ്ടേഷൻസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത്. സോ വെൽ ഫൗണ്ടേഷൻസ് ആർ യൂസ്ഡ് വേർ there is water. വാട്ടറിലുള്ള സ്ട്രക്ചേഴ്സിൽ എവിടെയാണോ അവിടെയാണ് വെൽ ഫൗണ്ടേഷൻസ് യൂസ് ചെയ്യുന്നത്. സോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോമൺലി യൂസ്ഡ് ഇൻ ബ്രിഡ്ജസ്,
ബ്രിഡ്ജസ് നമുക്കറിയാം ഒരു റിവറിൻ്റെ കുറുകെ പറയുന്ന സ്ട്രക്ചറാണ്. സോ അതിൻ്റെ ഫൗണ്ടേഷൻ എപ്പോഴും റെസ്റ്റ് ചെയ്യുന്നത് ഒരു റിവർ ബെഡിലായിരിക്കും. സോ ഈ ഒരു വാട്ടർ ഫൗണ്ടേഷൻസിലാണ് മെയിനായിട്ട് ഈ വെൽ ഫൗണ്ടേഷൻ്റെ യൂസ് വരുന്നത്. സോ ബ്രിഡ്ജസിൽ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ ആണെന്ന് പറയുന്നത് വെൽ ഫൗണ്ടേഷൻ. സോ അത് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ഇനി ബ്രിഡ്ജസ് സ്പെസിഫൈ ചെയ്ത് ചോദിച്ചിട്ടുമുണ്ട് വാട്ടർ ഫ്രണ്ട് സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ വാട്ടറിൽ നമ്മൾ പണിയുന്ന സ്ട്രക്ചേഴ്സിൽ യൂസ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള ഡീപ്പ് ഫൗണ്ടേഷൻ എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. സോ എന്താണ് വെൽ ഫൗണ്ടേഷൻ? ഇറ്റ്സ് ജസ്റ്റ് എ മേസൺറി സ്ട്രക്ചർ. ഒരു മേസൺറി സ്ട്രക്ചർ മാത്രമാണ്. ഒരു വെർട്ടിക്കൽ മെമ്പറാണ്, ഒരു വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് വെൽ ഫൗണ്ടേഷൻ. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകേണ്ട. നമുക്ക് മെയിനായിട്ട് അറിയേണ്ടത് ഓരോ ഫൗണ്ടേഷൻ അത് ഏത് സാഹചര്യത്തിൽ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ നമ്മൾ കണ്ടു പിയർ യൂസ് ചെയ്യുന്നത് എവിടെയാണ്? ഫ്ലൈ ഓവറിലാണ് മെയിനായിട്ട്. ഈ സ്പെസിഫിക് പോയിന്റ് 1-2 വട്ടം PSC ചോദിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ പറയുന്നത്. ഏത് സാഹചര്യത്തിലാണ് ഏത് ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നു എന്നുള്ള പോയിന്റാണ് മെയിനായിട്ട് ക്വസ്റ്റ്യൻ വരുന്നത്. വെൽ ഫൗണ്ടേഷൻ എവിടെ യൂസ് ചെയ്യുന്നു? ബേസിക്കലി ഒരു വാട്ടർ റീറ്റെയിനിങ് സ്ട്രക്ചേഴ്സ്, വാട്ടർ സ്ട്രക്ചേഴ്സിലാണ് മെയിനായിട്ട് വെൽ ഫൗണ്ടേഷൻസ് യൂസ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലോകാത്ഭുതങ്ങളിലൊന്നായ താജ്മഹലിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് വെൽ ഫൗണ്ടേഷനാണ്. ജസ്റ്റ് നിങ്ങളുടെ ഒരു അറിവിന് വേണ്ടി, അത് യമുന നദിയുടെ കരയിലുള്ള ഒരു സ്ട്രക്ചറാണ് താജ്മഹൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിന് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ട്രക്ചർ വെൽ ഫൗണ്ടേഷനാണ്. ഇന്ത്യൻസ് കണ്ടുപിടിച്ചിട്ടുള്ള ഒരു ഫൗണ്ടേഷനാണ് വെൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. സോ നമ്മൾ 3 types ഓഫ്, അത് ജസ്റ്റ് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി, അത് ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കില്ല. സോ 3 types ഓഫ് ഡീപ്പ് ഫൗണ്ടേഷൻ നമ്മൾ കണ്ടു. ഫസ്റ്റ് പൈൽ, അതിന് നമ്മൾ നെക്സ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യും. സെക്കൻഡ് എന്ന് പറയുന്നത് പിയർ, ഇറ്റ്സ് എ വെർട്ടിക്കൽ ഹോളോ ഷാഫ്റ്റ് ആൻഡ് മെയിൻലി ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഫൗണ്ടേഷൻസ് ഫോർ ഫ്ലൈ ഓവർ. ആ പോയിന്റ് ഓർത്തിരിക്കുക. സെക്കൻഡ് എന്ന് പറയുന്നത് വെൽ ഫൗണ്ടേഷൻ, വാട്ടറിലുള്ള സ്ട്രക്ചേഴ്സിന് വേണ്ടിയിട്ടാണ് വെൽ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് ബേസിക്കലി എ മേസൺറി സ്ട്രക്ചർ. ഇറ്റ്സ് എ ബോക്സ് ലൈക്ക് സ്ട്രക്ചർ. ഇതൊരു ബോക്സ് ലൈക്ക് സ്ട്രക്ചറാണ്. ബോക്സ് മേസൺറി സ്ട്രക്ചർ എന്ന് പറയാം. സോ ദാറ്റ് ഈസ് വിത്ത് ദ 3 ഡീപ്പ് ഫൗണ്ടേഷൻ. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പൈൽ ഫൗണ്ടേഷൻസ് കാണാം.